ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ഇഷ ആദിയോഗി മെഡിറ്റേഷൻ സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 5-5:30 മണിയായിരിക്കുന്നു. വെയിലൊക്കെ ഒന്ന് ചൂടാറിയിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. സന്ധ്യയ്ക്ക് 7 മണിക്ക് കൃത്യം ലൈറ്റ് ഷോ തുടങ്ങുന്നതാണ് കേട്ടോ. ലേസർ ലൈറ്റ് ഷോ ഈ പ്രതിമയിലേക്ക് ലേസർ ലൈറ്റ് ഷോ നടത്തുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരുപാട് ആളുകൾ എത്തിക്കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ വാഹനം ഇറങ്ങി ഇഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഇവിടേക്ക് 40 കിലോമീറ്റർ ദൂരമാണുള്ളത്. വെള്ളിയാങ്കരി പർവ്വതനിരകളുടെ താഴ്വാരത്ത് 150 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ഇഷ ധ്യാന കേന്ദ്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ അർദ്ധദായക ശിവന്റെ പ്രതിമ. പൂർണ്ണമായും സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ അർദ്ധദായക പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഒരു മതത്തിലും വിശ്വാസ പ്രമാണത്തിലും അധിഷ്ഠിതമല്ല ഈ ധ്യാന കേന്ദ്രം. ജഗ്ഗി വാസുദേവൻ എന്ന ആത്മീയ ആചാര്യന്റെ ഇഷയിലുള്ള ഈ കാണുന്ന വലിയൊരു ശിവഭഗവാന്റെ പ്രതിമയാണ് ഇവിടേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നത്. ജഗ്ഗി വാസുദേവൻ അല്ലെങ്കിൽ സദ്ഗുരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു യോഗിയാണ്. അദ്ദേഹം സ്ഥാപിച്ച ഇഷ ഫൗണ്ടേഷൻ ലാഭക്ഷയമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. 2 വർഷം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് ഈ പ്രതിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിൽ സ്ഥിതി ചെയ്യുന്നു. 500 ടൺ ഭാരവും 112 അടി ഉയരവുമുള്ള ഈ ആദിയോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ശിവഭഗവാന്റെ പ്രതിമ കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് ദിവസവും വന്നു പോകുന്നത്. യോഗയെക്കുറിച്ച് ആദ്യമായി ജനങ്ങളിൽ ബോധം ജനിപ്പിച്ചത് ശിവനാണ് എന്നാണ് സങ്കല്പം. എല്ലാ മതസ്ഥർക്കും ഇവിടെ വരാട്ടോ. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു തടസ്സങ്ങളും ഇല്ല. ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ അതിമനോഹരമാണ്. 1992 ഈ കോയമ്പത്തൂരിലെ ഇഷ ധ്യാന കേന്ദ്രം സ്ഥാപിതമായത്. സ്റ്റാച്ചുവിൻ്റെ അടുത്തുനിന്ന് മെഡിറ്റേഷൻ സെന്ററിലേക്ക് പോകാനുള്ള കാളവണ്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാലാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തുക. കാളവണ്ടിയിലെ യാത്രയാണ് ഈ കാണുന്നത്. ധ്യാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിദേശികളാണ് ഈ വരുന്നത്. ₹10 കേട്ടോ ഒരാൾക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്യാൻ. അങ്ങോട്ട് 10 രൂപ, ഇങ്ങോട്ടും 10 രൂപ. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ ഈ വയസ്സായവർക്കൊക്കെ കാളവണ്ടിയിലൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തിരക്കുള്ള സമയത്ത് കുറച്ച് നേരം നിൽക്കണം. ടിക്കറ്റ് എടുത്ത് കാളവണ്ടി വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാളവണ്ടി ട്രിപ്പ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഈ മെഡിറ്റേഷൻ സെന്ററിന്റെ കവാടത്തിന്റെ അവിടേക്ക് എത്തിയിട്ടോ. ഇവിടെ മൊബൈല്, ചെരുപ്പ്, വലിയ ബാഗും ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കൗണ്ടർ ഉണ്ട്. അവിടെ വെക്കണം. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വേണം ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ. മൊബൈലോ ചെരുപ്പോ അങ്ങനെ വലിയ ബാഗോ ഒന്നും അനുവദിക്കില്ല. ചെറിയൊരു ബാഗ് മാത്രം നമുക്ക് കയ്യിൽ കൊണ്ടുപോകാം. ഇവിടെയും കാളവണ്ടിക്ക് അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കണം. എന്നാൽ തിരിച്ചങ്ങോട്ട് പോവാം. ഇവിടെ ലഗേജ് സൂക്ഷിക്കുന്ന കൗണ്ടറുകളാണ് ഈ കാണുന്നത്. ഫ്രീ ആണ് കേട്ടോ, സൂക്ഷിക്കാൻ പൈസ ഒന്നും വേണ്ട. ഇവിടെ ഒരുവിധം എല്ലാം ഫ്രീ ആണ്, ഒന്നിനും പൈസ ഈടാക്കുന്നില്ല അധികം. കാളവണ്ടിക്കുള്ളൊരു 10 രൂപ, പിന്നെ വണ്ടി പാർക്കിങ്ങിനുള്ളൊരു ഫീസും മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത്. ബാക്കി ഇതിലൊക്കെ എൻട്രി ഫീസൊന്നുമില്ല. ഈ കാണുന്നതാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാനുള്ള കവാടം. വലിയ മതിൽക്കെട്ടുകളാണ്, വലിയൊരു ഗേറ്റും മതിൽക്കെട്ടുകളാണ്. ഭയങ്കര സുരക്ഷയാണ് കേട്ടോ അവിടെ. നമ്മുടെ വലിയൊരു ജയിലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നൊരു സിസ്റ്റമാണ്. എല്ലാം ചെക്കിങ് ചെയ്തിട്ട് നമ്മുടെ മൊബൈല്
വലിയ ബാഗ് ചെരുപ്പ് ഒന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. അതിൻ്റെ ഉള്ളിൽ പ്രത്യേക തരം ഒരു ഏകാന്തതയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. വളരെ സൈലൻ്റാണ്. അപ്പോൾ നമ്മൾ മൊബൈലും ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാത്ത കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, കാരണം ഇപ്പോൾ പോയിട്ടില്ല. ഈ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. ഇവിടെ പോവാത്തവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇനി ഇവിടുന്ന് തിരിച്ച് സ്റ്റാച്യൂവിലേക്ക് തന്നെ പോവാം. കൃത്യം 7 PM സ്റ്റാച്യൂവിൽ ലേസർ ഷോ ഉണ്ട്. ഇത് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ് കേട്ടോ. ജ്യൂസുകളും സ്നാക്സും ചായയും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. ചായയും സ്നാക്സും ഇതൊക്കെ ഫ്രീ അല്ല കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ ഈ കാളവണ്ടിയിലെ യാത്ര. അങ്ങനെ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ കവാടത്തിൻ്റെ അവിടുന്ന് തിരിച്ച് സ്റ്റാച്യൂവിൻ്റെ അവിടേക്ക് പോരുകയാണ് കേട്ടോ. കൃത്യം 7 മണിക്ക് ലേസർ ഷോ ഉണ്ട്. അപ്പോഴേക്ക് അവിടെ വന്ന് സെറ്റ് ആവാനുള്ളൊരു പരിപാടിയാണ്. നല്ലൊരു വൈബാട്ടോ. ആകാശം ഒന്ന് കണ്ടിന്യൂ നോക്കൂ. നല്ല അസ്തമയം, സൂര്യൻ്റെ ആ ശോഭ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഒരുപാട് കാളകൾ ഇവിടെ ശിവൻ്റെ പ്രതീതിയായിട്ടാണ് തോന്നുന്നു. ഒരുപാട് കാളകളുണ്ട്. അത് ഇവിടുത്തെ ആശ്രമത്തിലുള്ളതാണ്. ഈ ആകാശം നോക്ക്, എന്തൊരു ചുവപ്പ് കളറാ. അസ്തമയം, സൂര്യൻ്റെ ആ ശോഭ നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. സന്ധ്യാസമയത്ത് ഒരുപാട് ആളുകൾ ലേസർ ഷോയ്ക്ക് വേണ്ടി ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അധിക സമയമില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതാണ്. ഏതാനും സമയത്തിനുള്ളിൽ ലേസർ ഷോ തുടങ്ങുന്നതാണ്. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കാൻ തുടങ്ങി. ഈ നിൽക്കുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇരുത്തൂട്ടോ. ആരും നിൽക്കാൻ സമ്മതിക്കില്ല. അല്പസമയത്തിനുള്ളിൽ ലേസർ ഷോ തുടങ്ങുന്നതാണ്.
അങ്ങനെ ലേസർ ഷോ കഴിഞ്ഞു. ഇവിടെ ശിവഭഗവാന്റെ താഴത്തുള്ള മണ്ഡപത്തിൽ പൂജ നടക്കുകയാണ് കേട്ടോ. ആളുകളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല തിരക്കാണ് കേട്ടോ. ഇനി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് നടന്നു പോരുകയാണ് കേട്ടോ. നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ബസ്സിൽ കയറി ഇരിക്കുകയാണ്. നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്.